ടണൽ സ്റ്റാർട്ട് ചെയ്ത് വാൽവ് നിന്ന് പെൻസ്റ്റോക്ക് വഴിയുള്ള മൂഴിയാറെത്തുന്നത്. കക്കി ഡാമിന് ഷട്ടറുകളില്ല. നമ്മൾ പോകുന്നതിൽ ഏറ്റവും വലിയ ഡാമും ഇടുക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ കപ്പാസിറ്റിയുള്ള ഡാമുമാണിത്. കാഴ്ചകൾ 67 EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇത് കമ്മീഷൻ ചെയ്തത്. 3000-ത്തിലധികം തൊഴിലാളികൾ ഇവിടെ ജോലിക്കുണ്ടായിരുന്നുവെന്നും നമ്മൾ മൂഴിയാർ കണ്ടില്ലേ, സ്കൂള് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അതുപോലെ ഇവിടെയും സ്കൂള് ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. ഓർഡിനറി മാത്രമല്ല ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പൊന്നാപുരം കോട്ട പഴയപുറ, അത് ഇതിന്റെ റിസർവോയറും പരിസരമൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആദിരാരം പൂവേ. ആർച്ച് ഡാമാണ്. ഷട്ടറുകൾ മുന്നിൽ ഒരു വശത്തായിട്ടാണ് ഇരിക്കുന്നത്. 2018 പ്രളയ സമയത്ത് ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. തുറന്നു വെച്ചിരുന്ന സമയത്ത് മരങ്ങൾ കയറി ഷട്ടറിലുടക്കുകയും ഷട്ടറുകൾ താക്കാനാകാറാവുകയും ചെയ്തു. വെള്ളം ക്രമാതീതമായിട്ട് മുന്നിലേക്ക് പോയി. പമ്പ നദിയിൽ ജലനിരപ്പ് കൂടി. റാന്നി, പത്തനംതിട്ട, ചെങ്ങന്നൂര്, ആലപ്പുഴ സൈഡൊക്കെ ആദ്യം പ്രളയത്തിൽ മുങ്ങാൻ കാരണമായൊരു ഡാമോടാണിത്. വലതുവശം കാണുന്നത് കൊച്ചു പമ്പ ഡാമാണ്. പമ്പ ഡാം വാഹനം കയറാത്ത ഏക ഡാമാണ്. പിന്നെ അങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ കാണാം. അല്ല, ശ്രീലങ്കൻ അഭയാർത്ഥികളാണ്. അതാ വലതുവശത്ത് ഒരു വണ്ണമുള്ള ഇല കരിഞ്ഞിരിക്കുന്ന മരം കണ്ടോ? അതാണ് നോഹയുടെ പെട്ടകം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഗോഫർ മരം. കാണുന്ന വെള്ളം ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നതാണ് ആ മരം നശിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടോ ഇടതുവശത്തകത്തേക്ക് ഒരു വഴി കണ്ടോ? മൺറോഡ് കണ്ടോ? ഇടതുവശത്തകത്തേക്ക് ദണ്ഡി വഴി ശബരിമല പൊന്നമ്പലമേട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പമ്പാ നദി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പമ്പാ നദിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്. പമ്പയുടെ ഉത്ഭവം ഇവിടെ നിന്നാണ്.